നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മിലോൺ, പ്രോസിക്യൂഷൻ സാക്ഷികളുടെ പട്ടികയിൽ വിഷ്ണുവിനെ ഉൾപ്പെടുത്താൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. ഇങ്ങോട്ട് വാടാ. കൈ എടുക്കണോ? നിങ്ങളാരത് പറയാൻ? കൈ എടുക്കണോ? വിഷ്ണുവിനെ പ്രോസിക്യൂഷൻ സാക്ഷിയാക്കുന്ന കാര്യത്തിൽ കോടതി ഒരു തീരുമാനം പറയട്ടെ, എന്നിട്ട് മതി കയ്യാങ്കളിയൊക്കെ. കേസിന്റെ വിധി വരട്ടെ, എന്നിട്ട് ഇയാളെ എനിക്കൊന്ന് വിശദമായി കാണാനുണ്ട്. മിലോട്ട്, പ്രോസിക്യൂഷൻ മുൻകൂറായി സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്താത്ത ഒരാളെ ഒരു കാരണവശാലും പുതുതായി ചേർക്കാൻ അനുവദിക്കരുത്. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ പട്ടികയിൽ പ്രതിഭാഗത്തിന് അത് കിട്ടിയിട്ടുമില്ല. പട്ടികയിൽ ഇല്ലാത്ത സാക്ഷികളെ പ്രോസിക്യൂഷന് വിസ്തരിക്കാം മിസ്റ്റർ അമീർ. അത് ജഡ്ജിയുടെ വിവേചന അധികാരമാണ്. ആ വിവേചനാധികാരം ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ യുക്തിപൂർവ്വം വിനിയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വിഷ്ണുവിനെ പ്രോസിക്യൂഷൻ സാക്ഷികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് എന്ത് വാദമാണ് ഉന്നയിക്കാനുള്ളത്? വിഷ്ണുവിന് ഒരു തെളിവ് ഇവിടെ ഹാജരാക്കാനുണ്ട്. മിലോട്ട്, ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. തെളിവ് ഹാജരാക്കാൻ സാക്ഷിപ്പട്ടികയിൽ പേര് പോലും ചേർക്കാത്ത ഒരാളോ? Milord, there are 3 golden principles of law of evidence. കോടതിയിൽ ഹാജരാക്കുന്ന തെളിവുകളെ പറ്റിയുള്ള 3 സുവർണ നിയമങ്ങൾ. Evidence must be confined to the matter in issue. Hearsay evidence must not be admitted. Best evidence must be given in all cases. തെളിവുകൾ കാര്യമാത്ര പ്രസക്തമായിരിക്കണം. കേട്ടുകേൾവികൾ തെളിവുകളായി സ്വീകരിക്കാൻ പാടില്ല. മൂന്നാമത്തേതും പരമപ്രധാനവുമായ നിയമം, കേസ് തെളിയിക്കാൻ ഉതകുന്ന മർമ്മപ്രധാനമായ തെളിവുകളായിരിക്കണം ഓരോ കേസിലും ഹാജരാക്കേണ്ടത്. അതാണിപ്പോ വിഷ്ണുവിന്റെ കയ്യിലുള്ളത്. അത് തന്നെയാണ് ഇപ്പോ വിഷ്ണുവിന്റെ കയ്യിലുള്ളത്. ബഹുമാനപ്പെട്ട കോടതിക്ക് ഒന്നുകിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തെളിവുകൾക്ക് നേരെ കണ്ണടയ്ക്കാം. വിഷ്ണുവിനെ പ്രോസിക്യൂഷന്റെ 8ാം നമ്പർ സാക്ഷിയായി കോടതി അംഗീകരിച്ചിരിക്കുന്നു. മിലോട്ട്, ഇത് കോടതിയുടെ സമയം പാഴാക്കലാണ്. ഏതായാലും ഇത്രയും സമയം പാഴാക്കിയില്ലേ മിസ്റ്റർ അമീർ? ഇനി ഒരു 5 മിനിറ്റ് കൂടി പാഴായാലും ഒന്നും സംഭവിക്കാനില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.